കളിമേളങ്ങൾ വണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. പകർന്നൊരു വിസ്മയങ്ങളായപ്പോൾ കേരള മണ്ണിൽ കവികളിൽ ചെറിയ കഥകൾ പലതും അറിയില്ല. അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള എല്ലാ രക്ഷകർത്താക്കളെയും എല്ലാം ഈ സന്ദർഭത്തിൽ സ്വാഗതം ചെയ്യുന്നു. പുത്തൻ സ്വപ്നങ്ങളും പുതിയ പ്രതീക്ഷകളുമായി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും അധ്യാപകരെയും രക്ഷകർത്താക്കളെയും എല്ലാം ഏറെ അഭിമാനബോധത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം നന്ദി, നമസ്കാരം. കേരളത്തിൻ്റെ ഏറ്റവും ബഹുമാന്യനും സ്നേഹസമ്പന്നനുമായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള മന്ത്രി സജി ചെറിയാൻ, പി പ്രസാദ്, മറ്റു വേദിയിലുള്ള MLA മാർ, വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റ് സുഹൃത്തുക്കളെ, ബഹുമാന്യർ, ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ് നാം. പുതിയ സ്വപ്നങ്ങളുമായി പുതുമയുള്ള ലക്ഷ്യങ്ങളുമായി വിദ്യാലയങ്ങളിലേക്ക് ഹൃദയപൂർവ്വം എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ വർഷം ഒരുപാട് പ്രത്യേകതകൾ ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുന്ന നിലയിലുള്ള പ്രവർത്തനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിയിട്ടുള്ളതാണ്. പാഠപുസ്തക രചനയിൽ വിദ്യാർത്ഥികളെ നെഞ്ചോട് ചേർത്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഒന്നാം ക്ലാസ്സിലാണ് കുട്ടികളെ കൂടുതലായി കൊടുക്കുന്ന ഒരു വർഷമായിരിക്കും സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ മറ്റ് വിശിഷ്ട വ്യക്തികളെയും സ്വാഗതം ചെയ്യുന്നു. സ്കൂളുകളിലേക്ക് എത്തിച്ചേരുന്ന കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ആദ്യമായും സ്വാഗതം ചെയ്യുന്നു. ജീവിതത്തിൽ ആദ്യമായി സ്കൂളുകളിൽ എത്തിച്ചേരുന്ന കുഞ്ഞുങ്ങൾ ഈ കൂട്ടത്തിലുണ്ട്. അവർക്ക് സ്വാഭാവികമായും സന്തോഷമുണ്ടാകുമ്പോൾ തന്നെ കൂടെ തന്നെ ആശങ്കയും ആകാംക്ഷയുമെല്ലാം ഉണ്ടാകാം. ജനാധിപത്യബോധം നല്ല നിലയിൽ കുട്ടിയെ വളർത്തിയെടുക്കാൻ അപ്പോൾ
നല്ലത് അപ്പൊ ഇവിടെ വെച്ചാ ഉണ്ടാക്കണേ. ലക്ഷ്മിയുടെ അച്ചാച്ചൻ എവിടെ? സന്തോഷമാണോ? നമ്മുടെ ഈ വർഷത്തെ ഉപജില്ലാ പ്രവേശനോത്സവവും പഞ്ചായത്ത് തല പ്രവേശനോത്സവവും സംയുക്തമായി ആഘോഷിക്കുന്ന ആഹ്ലാദ നിമിഷങ്ങളിലാണ് നാം എല്ലാവരും. പുതിയ ക്ലാസ് മുറി, പുത്തൻ പാഠപുസ്തകം, പുതിയ ടീച്ചർ, പുതിയ കൂട്ടുകാർ, ഇങ്ങനെ പുതുമകളോടെ ഒരു അധ്യയന വർഷം ഇവിടെ വീണ്ടും ആരംഭിക്കുകയാണ്. ഈ അധ്യയന വർഷം നമ്മുടെ സ്കൂളിൽ LKGയിലേക്ക് 22 കുട്ടികളും UKGയിൽ 1 കുട്ടിയും 1ാം ക്ലാസ്സിലേക്ക് 14 കുട്ടികളുമാണ്. ഞങ്ങളുടെ ഈ വിദ്യാലയത്തിലേക്ക് കുട്ടികളെ ചേർത്ത എല്ലാ മാതാപിതാക്കളെയും ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. ആദ്യമായി നമ്മളിവിടെ ഉത്സവ പ്രതീതി ഉണർത്തുന്ന ഒരു പ്രവേശനോത്സവ ഗാനത്തിൻ്റെ ദൃശ്യാവിഷ്കാരവുമായി നമ്മുടെ വിദ്യാലയത്തിലെ കൊച്ചു കൂട്ടുകാർ ഇവിടെ അരങ്ങത്തെത്തുന്നു. സൂര്യനുദിച്ചു നമുക്കിന്നറിവിന്നുത്സവഘോഷം പുസ്തകമധുരം നുകരാമിനിയും പൂമ്പാറ്റകളായി പാറാം. അക്ഷര സൂര്യനുദിച്ചു നമുക്കിന്നറിവിന്നുത്സവഘോഷം പുസ്തകമധുരം നുകരാമിനിയും പൂമ്പാറ്റകളായി പാറാം. കളിച്ചിരി നിറയും തിരുമുറ്റങ്ങളിലാടിപ്പാടി രസിക്കാം. അറിയാ കഥയുടെ ചെപ്പു തുറക്കാം. അക്ഷര സൂര്യനുദിച്ചു നമുക്കെന്നറിവിന്നുത്സവഘോഷം പുസ്തകമധുരം നുകരാമിനിയും പൂമ്പാറ്റകളായി പാറാം. ചേർന്നു നടക്കും ഒന്നിച്ചൊന്നായി പാടാം. ചേർന്നു നടക്കും ഒന്നിച്ചൊന്നായി പാടാം. നന്മ നിറഞ്ഞു തളിർത്തു വളർന്നൊരു നന്മൊഴി മലയാളം. നന്മ നിറഞ്ഞു തളിർത്തു വളർന്നൊരു നന്മൊഴി മലയാളം.
ചൊല്ലി കണ്ണും പൊത്തിയൊളിച്ചു കളിച്ചു രസിക്കാം എണ്ണം ചൊല്ലി കണ്ണും പൊത്തിയൊളിച്ചു കളിച്ചു രസിക്കാം കണ്ണുവിടന്ന കിനാവുകളൊക്കെ കൈകൾ കൊണ്ടുവരയ്ക്കാം നന്നായി കൈകൾ കൊണ്ടുവരയ്ക്കാം അക്ഷര സൂര്യൻ ഉദിച്ചു നമുക്കിന്നറിവിന്നുത്സവഘോഷം പുസ്തകമധുരം നുകരാമിനിയും പൂമ്പാറ്റകളായി പാറാം മണ്ണിൽ പുതുമഴ പെയ്യും നേരം വർണ്ണപ്പൂങ്കുട ചൂടാം മണ്ണിൽ പുതുമഴ പെയ്യും നേരം വർണ്ണപ്പൂങ്കുട ചൂടാം തുള്ളിയുറഞ്ഞു വരുന്നൊരു മഴയെ തൊട്ടു നടന്നിടാം തുള്ളിയുറഞ്ഞു വരുന്നൊരു മഴയെ തൊട്ടു നടന്നിടാം ഈശ്വര പ്രാർത്ഥന. ദൈവമേ നിൻ സവിധേ കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപയെന്നിൽ തൂകണമേ ദൈവമേ നിൻ സവിധേ കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപയെന്നിൽ തൂകണമേ സർവജ്ഞാനത്തിനുറവിടമാം ദേവാ നീ നിന്റെ ജ്ഞാനത്താൽ എന്നെ നിറച്ചിടണമേ ഞാൻ ചെയ്യും കർമ്മങ്ങൾ നിൻ കൃപയാലാകണമേ എൻ്റെ വീഥികളിൽ നീ ദീപമായിടണേ ദൈവമേ നിൻ സവിധേ കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപയെന്നിൽ തൂകണമേ നമസ്കാരം വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട അധ്യാപകരെ മാതാപിതാക്കളെ എൻ്റെ പ്രിയ കൂട്ടുകാരെ കുട്ടികളായ നമുക്കെല്ലാവർക്കും വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിനമാണ് ഇന്ന് ഈ സന്തോഷ ദിനത്തിൽ നമ്മളോടൊപ്പം പങ്കുചേരാനായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കടമ ആദ്യമായി ഈ പ്രവേശനോത്സവ ചടങ്ങിന്റെ അധ്യക്ഷയായിരിക്കുന്ന പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രമണി അജയൻ അവരുടെ ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി തുളസി സോമൻ അവറുകളെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഞങ്ങളുടെ പുതിയ പാഠപുസ്തക വിതരണം ഉദ്ഘാടനം ചെയ്യാനായി എത്തിച്ചേർന്ന പ്രശസ്ത ചവിട്ടുനാടക കലാകാരനായ ശ്രീ അലക്സ് താളുപാടത്ത് സാറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കാനായി ഇവിടെ എത്തിച്ചേർന്ന വേദിയിലിരിക്കുന്ന ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളെ നിർവഹിക്കൂ
അധ്യാപകരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അക്ഷരമുറ്റത്തേക്ക് പിച്ച വച്ചു കടന്നു വന്ന എൻ്റെ കുഞ്ഞനിയന്മാരെയും അനുജത്തിമാരെയും നല്ലൊരു കയ്യടിയോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. കൃത്യമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. നമ്മുടെ പ്രിയപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റ് തുളസി സോമൻ അവറുകൾ, വേദിയിലിരിക്കുന്ന പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, പേര് പറയുന്നില്ല, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, ഈ വാർഡിൻ്റെ മെമ്പർ പോൾസൺ, മറ്റ് എത്തിച്ചേർന്നുള്ള BRC എത്തിച്ചേർന്നിട്ടുള്ള BRC ടീച്ചർ, അതോടൊപ്പം തന്നെ പഠനോപകരണം വിതരണം ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ള KT അഭിലാഷ് അനുസ്മരണ സംഘാടക സമിതി അംഗങ്ങൾ, മറ്റ് പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, മറ്റ് പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ പഞ്ചായത്ത് തല പ്രവേശനോത്സവമാണ് നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് നടക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. വളരെ ഭംഗിയായി തന്നെ, വളരെ ചിട്ടയോടുകൂടി ഭംഗിയായി തന്നെ നമ്മുടെ അധ്യാപകരും PTA പ്രസിഡന്റും വാർഡ് മെമ്പറും എല്ലാം ഒത്തുചേർന്നുകൊണ്ട് നല്ലൊരു പരിപാടിയാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അഭിവാദ്യം ചെയ്തുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരിയായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി നമ്മുടെ ബഹുമാനപ്പെട്ട വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ തുളസി സോമനെയും സ്റ്റേജിലുള്ള എല്ലാവരെയും ആദരവോടെ ക്ഷണിക്കുന്നു. വേദിയിൽ ഒരുപാട് പേരുള്ളതുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് ബ്ലോക്ക് മെമ്പർമാർ ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ വ്യക്തിത്വങ്ങൾ, അതുപോലെ മുഖ്യ അതിഥിയായിരിക്കുന്ന പഠനോപകരണം ചേർന്നിട്ടുള്ള വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കൂട്ടുകാരെ, ഒരു നിമിഷോട്ടാ മക്കളെ, ഒരു നിമിഷം കയ്യടി അടിച്ച് വന്നു. നല്ല കാര്യം. ഇന്ന് വൈപ്പിൻ ഉപജില്ലയുടെ വൈപ്പിൻ ഉപജില്ല തല ഉദ്ഘാടനവും പഞ്ചായത്ത് തല ഉദ്ഘാടനവും എന്നുള്ള നിലയിൽ
പ്രവേശനോദ്ഘാടനം നടത്തി കഴിഞ്ഞു. നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇതിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ പേരെയും അഭിവാദ്യം ചെയ്യുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തിൽ പറയാനുള്ളത് ഒന്നും മാത്രമാണ്. കഴിഞ്ഞ തവണയും ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. എന്തായാലും പൊതു വിദ്യാഭ്യാസം നമുക്ക് ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിൽ പൊതു ഇടങ്ങൾ തന്നെ മെച്ചപ്പെട്ടു. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ മെച്ചപ്പെടലോടുകൂടി നമ്മുടെ കുഞ്ഞു മക്കളെല്ലാം വീട്ടുകാരിലേക്ക് ചേർക്കാൻ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞപ്പോൾ ഈ തവണ വന്നപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് കുഞ്ഞു മക്കൾ നമ്മുടെ സ്കൂളിലേക്ക് കടന്നു വന്നു. എന്തുകൊണ്ടാണ് വന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പഞ്ചായത്ത് തലത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നതെങ്കിലും വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഈ പുതിയ അധ്യയന വർഷത്തിൽ കുഞ്ഞുമക്കൾക്ക് ഗെയിംസും അതുപോലെ അത്ലറ്റിക്കും എന്നുള്ള പരിശീലനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. അത് കുട്ടികളുടെ കലാവാസനകളെ കായിക വാസനകളെ ഉയർത്തപ്പെടുത്തുന്നതിനും എല്ലാം കൂടിയാണ് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിട്ട് അതിന് വേണ്ടുന്ന ഉപകരണങ്ങളെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഈ പുതിയ അധ്യയന വർഷത്തിൽ നിങ്ങളെ തിരഞ്ഞെടുക്കുകയും നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യും എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കുട്ടികളോട് ഒന്നും ഉപദേശിച്ചിട്ട് കാര്യമില്ല. രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സ്കൂളിലേക്ക് കുട്ടികളെ വിടുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ സ്കൂളിൽ കഴിഞ്ഞിട്ടുള്ള സമയം കുഞ്ഞുങ്ങളെ അവരുടെ കലാവാസനകളും പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ കുഞ്ഞുങ്ങളെ ഏറ്റവും നന്നായിട്ടുള്ള പൗരനായി വളർത്താൻ പറ്റുന്ന തരത്തിലുള്ള നിങ്ങളുടെ സമീപനം ഉണ്ടാവണം. പഠനം മാത്രം പോരാ, സമൂഹത്തിൽ നല്ല വ്യക്തിയായിട്ട് വളരാൻ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും വളർത്താനും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ഉത്സവത്തിന് ഏറ്റവും മധുരമേറിയ കാഴ്ച സംഘടിപ്പിച്ച ഇതിൻ്റെ അധ്യാപകരെ അഭിമാനത്തോടെ അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. യോഗത്തിൻ്റെ അധ്യക്ഷം വഹിക്കുന്ന നമ്മുടെ എവിടെയും പ്രിയങ്കരിയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയപ്പെട്ട രമേശൻ, ഈ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എം പി ഷൈനി അടക്കമുള്ള വേദിയിലെ വിശിഷ്ട അതിഥികളെ, സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, കുട്ടികളെ, ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. കുട്ടികളെ ഏറ്റവും ചിരിക്കുന്ന മുഖവുമായി നിൽക്കുന്ന ഈ കുഞ്ഞു സമയം ഞാൻ ഓർക്കുന്നു. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലെ തുടക്കം കുറിച്ച സമയം കരച്ചിലും ചിരിയും ഒക്കെ ആയിട്ട് വന്ന ഒരു ദിവസം. ഇത് നിലനിർത്തലാണ് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരുടെ കടമ. ഈ വർഷത്തെ വിദ്യാഭ്യാസ ദിനത്തിൽ ബഹുമാനായ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് മൂല്യബോധമുള്ള കുട്ടികളെ വളർത്തിയെടുക്കണം എന്നാണ്. മൂല്യബോധമുള്ള കുട്ടികളെ വളർത്തിയെടുക്കണമെങ്കിൽ കുഞ്ഞിലെ പഠിക്കണം, കുഞ്ഞിലെ സഹായിക്കണം, കുഞ്ഞിലെ സപ്പോർട്ട് ചെയ്യണം. പഠിച്ചു വളരുക എന്ന് പറയുന്നത് വിദ്യാഭ്യാസം മാത്രമല്ല, വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ അവരുടെ സർഗവാസനകൾ 9 തരത്തിലുള്ള കഴിവുകളുണ്ടെന്നാണ് മനഃശാസ്ത്രജ്ഞർ പറഞ്ഞു വെക്കുന്നത്. ആ കഴിവുകൾ ഈ കുട്ടികളിലുണ്ട്. ഇവിടെ വർത്തമാനത്തിലും ഇടപെടലിലും ഒക്കെ. ഞാൻ ഈ ജോഷിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ജോഷിയുടെ മകനിന്ന് പുതുതായിട്ടുള്ള വരുന്നുണ്ട്. കൊച്ചുമോൻ അവരുടെ അച്ഛൻ ചെയ്യുന്ന വരകളിലൂടെ കടന്നു പോകുമ്പോൾ അച്ഛൻ തലോടിക്കൊണ്ട് ഇന്നതുപോലെ ചെയ്യാൻ പറഞ്ഞു. അവൻ്റെ വീട് നിറച്ച് ചിത്രങ്ങളാണ്. അതുപോലെ ഈ ഇരിക്കുന്ന എല്ലാ കുട്ടികൾക്കും വ്യത്യസ്തമായ കഴിവുകളുള്ളവരാണ്. അത് കണ്ടറിയലും തിരിച്ചറിയലുമാണ് ഓരോ മാതാപിതാക്കന്മാരുടെയും കഴിവ്. അതുണ്ടാക്കിയെടുക്കാൻ കഴിയട്ടെ. ഈ വിദ്യാലയം ഏറ്റവും സുന്ദരമാണ്. ഇവിടെ നമ്മുടെ എല്ലാ വർഷവും നമ്മുടെ പ്രിയപ്പെട്ട ഡിവൈഫൈയുടെ പ്രവർത്തകർ ഈ സ്കൂൾ അന്തരീക്ഷം വൃത്തിയാക്കി വെടിപ്പാക്കി കുട്ടികളെ സ്വീകരിക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് പൊതുവിദ്യാലയങ്ങളെല്ലാം അത്തരത്തിലാണ് പൊതു സാമൂഹ്യ പ്രവർത്തകർ കടന്നു വരുന്നത്. പക്ഷേ ഞാൻ
മറ്റ് മാനേജ്മെന്റ് സ്കൂളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആളുകളെ കൂലിക്ക് നിർത്തി ചെയ്യിപ്പിക്കുന്നു. അതിനേക്കാളപ്പുറം ഞാൻ അറിഞ്ഞു ടീച്ചറുടെ ഭർത്താവും ഇവിടുത്തെ സംഘാടകരും നമ്മുടെ PTA പ്രസിഡന്റ് അടക്കമുള്ള മുഖ്യന്മാർ ഒരു ദിവസം നീണ്ടു നിന്നുകൊണ്ട് ഒറ്റയ്ക്ക് ചെയ്തതാണ് ഈ അലങ്കാരം. ഈ അലങ്കാരം ഈ കുട്ടികൾക്ക് തന്ന ഒരു നന്മയാണ്. ആ നന്മ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ ഏറ്റെടുക്കണം, നെഞ്ചോട് ചേർക്കണം, കുട്ടികൾക്ക് സ്നേഹം കൊടുക്കണം, ചേർത്ത് പിടിക്കണം. എല്ലാ ദിവസവും കിടക്കുന്ന സമയം ഒരു ഉമ്മ കൊടുത്ത് സ്നേഹത്തോടെ തലോടി അവർക്ക് കൊടുക്കാവുന്ന എല്ലാം കൊടുത്തിട്ടായിരിക്കണം നിങ്ങൾ ഉറങ്ങേണ്ടത്. എല്ലാവിധ ഭാവങ്ങളും തരുന്നു. വേറൊരു സമയം മാതാപിതാക്കന്മാരുമായിട്ട് സംസാരിക്കാം. പാഠപുസ്തക വിതരണം, പുസ്തകം കൊടുക്കലല്ല പ്രധാനം. പുസ്തകം, അതിൻ്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങൾ, മൂല്യബോധം അവരിലേക്ക് എത്തിക്കാനുള്ള പാഠപദ്ധതികളുടെ കയ്യിൽ ഈ അധ്യാപകർ നമ്മുടെ കൂടെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ കളിക്കും ചിരിക്കും. ഏറ്റവും നല്ല അന്തരീക്ഷം ഈ വൈപ്പിൻകരയിൽ എനിക്ക് തോന്നുന്നു ചെറായിക്കൂടെ ഇവിടം വരെ നോക്കുമ്പോൾ നല്ല ഒരു കളി അന്തരീക്ഷം ഇവിടെയുണ്ട്. പ്ലെയിനുണ്ട്, അങ്ങനെ എല്ലാ തരത്തിലും കയറി ഇറങ്ങാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമുള്ള ഈ വിദ്യാലയത്തിൻ്റെ പ്രിയപ്പെട്ട സംഘാടകർക്ക്, ഇതിൻ്റെ പുറകിൽ നിൽക്കുന്ന PTA പ്രസിഡൻ്റൊക്കെയുള്ള നേതാക്കന്മാർക്ക്, പഞ്ചായത്തിന്, ബ്ലോക്കിന്, മുഴുവൻ ആളുകൾക്കുള്ള നന്ദിയും സ്നേഹവും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. ഈ പുസ്തക വിതരണത്തിന് തുടക്കം കുറിക്കുന്നു. നന്ദി. നന്ദി ശ്രീ അലക്സ്. സമിതിയിലെ അംഗങ്ങളെ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് പഠനോപകരണം വിതരണം ചെയ്യാനായി. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ AK ഗിരീഷ്, ശ്രീ CN ഷൈജു, ശ്രീ AS രതീഷ്, ശ്രീ ആഷിഖ്, ശ്രീ സനൽ AA, ശ്രീ അമൽരാജ്, ശ്രീ നിഖിൽ രാജ്. ശ്രീ അമൽരാജും നിഖിൽ രാജിൻ്റെ എത്തിയിട്ടില്ല. 5 പേരെയും വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അത് ഏറ്റുവാങ്ങാനായിട്ട് പേര് വിളിക്കുന്ന ക്രമം അനുസരിച്ച് കുട്ടികൾ സ്റ്റേജിലേക്ക് വരിക. നതാലിയ റാൻസം, മരിയ സലോണ. എല്ലാവരും കൈയടിക്കും. എല്ലാവരും സ്റ്റേജിന്റെ വലത് സൈഡിലേക്ക് ലൈനായിട്ട് വന്നു നിൽക്കുക. ഹാഷിം അംല, ഹിലാരിയോൺ, ഹാഷിം അംല, അനശ്രിയ PD, നന്ദി ഗിരീഷ്, വിൻസൻ ജോഷി, അനശ്രിയ PD. എല്ലാവരും ക്ലാപ്പ് ചെയ്യൂ. വിൻസൻ ജോഷി, നീല സുധീഷ്, ജോന ജോജി, സൗരവ് കൃഷ്ണ, അതിഥി കെ, സൗരവ് കൃഷ്ണ TV, അതിഥി കെ, ജോഹാൻ ഇഗ്ലേഷ്യസ്. അടുത്തതായി പഠനോപകരണം വിതരണം ചെയ്യുന്നതിനായി ശ്രീ AA രതീഷ് സാറിനെ ക്ഷണിക്കുന്നു. കനി ഷിജു, ജെയിൻ ജോജി,
സനൽ സാറിനെ ക്ഷണിക്കും. വനിക യാദവ്, ഞങ്ങൾ അവൻ ലക്ഷ്മി, കല്യാൺ CS. വായിൽ ലയിച്ചു പോകുന്ന അറിയാൻ പോയിരുന്നില്ല. ഇവിടെ ഇത്തരത്തിൽ ഒരവസരം തന്ന ഇതിൻ്റെ മുഴുവൻ ഭാരവാഹികൾക്കും KT അഭിലാഷ് സ്മാരക കമ്മിറ്റിയുടെ പേരിൽ നന്ദി പറയുകയും നിങ്ങളെന്റെ കിലുക്കെട്ടം കട്ടെടുക്കരുതേ, കട്ടെടുത്താൽ അച്ഛനെ വാങ്ങി തരില്ല. കിക്കിലുക്കം കിലുകിലുക്കം കിങ്ങിണികൾ കിലുകിലെ ചിരിക്കുന്നു കിലുക്കെട്ടം. ഇഷ്ടപ്പെട്ടാ? പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രമണി അജയൻ അവർകളാണ്. മാഡത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ GIPS പള്ളിക്കോട് കുടുംബത്തിലെ ഒരു മുതിർന്ന അംഗത്തെ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു വർഷക്കാലം കൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളിൽ ചെയ്തു. കുറേ വർഷങ്ങളായി പൊളിഞ്ഞിരുന്ന മതിൽ പുനർനിർമ്മിച്ചു. അതുപോലെ ടോയ്ലറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് ശരിയാക്കി, അങ്ങോട്ട് ടൈലൊക്കെ വിരിച്ച്, പിന്നെ അതുപോലെ തന്നെ ഹെൽത്തി കിഡ്സ് പ്രോജക്റ്റ് നടപ്പിലാക്കി. അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് സേവനങ്ങൾ നമ്മൾക്ക് നമ്മുടെ പ്രസിഡന്റ് ചെയ്തു തന്നിട്ടുണ്ട്. ശ്രീമതി തുളസി സോമൻ അവർകളാണ്. ഞാൻ ഫോൺ ചെയ്താണ് മാഡത്തെ വിളിച്ചതെങ്കിലും ഏറ്റവും സന്തോഷത്തോടെ വരികയും നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരുകയും ചെയ്ത മാഡത്തിന് സ്റ്റാഫിൻ്റെ പേരിലും PTA പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ എൻ്റെ പ്രിയ സഹപ്രവർത്തകർ, അവരോട് ഞാനൊന്നും പറയണ്ട, അവരെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യും. എന്തെങ്കിലും കാര്യം ഞാൻ വിട്ടുപോയാൽ തന്നെ അവരെന്നെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മറ്റ് വിദ്യാലയങ്ങളിലെ പോലെ ഓരോന്നും പറഞ്ഞവരെ ചെയ്യിക്കേണ്ട കാര്യമില്ല. അത് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ഒരു പ്രത്യേകതയാണ്. എല്ലാം അറിഞ്ഞവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഈ അവസരത്തിൽ എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. പിന്നെ അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന കൃത്യസമയത്ത് തന്നെ നമ്മുടെ കുഞ്ഞുമക്കളായിട്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മാതാപിതാക്കൾക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ ഇവിടുത്തെ നല്ലവരായ നാട്ടുകാർ നമ്മുടെ സ്കൂളിൻ്റെ വികസനത്തിന് വേണ്ടി ഒരുപാട് നമ്മളോടൊപ്പം സഹകരിക്കുന്നുണ്ട്. അവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന വന്നെത്തിച്ചേർന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ്. പിന്നെ നമ്മളുടെ ഇന്നത്തെ ചടങ്ങിന് സൗണ്ട് സിസ്റ്റം ശരിയാക്കി തന്ന ടോജിക്കും സുഹൃത്തിനും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു.